ഹലോ സ്റ്റുഡൻസ്, BMEയുടെ 6th മോഡ്യൂളാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അവസാനത്തെ മോഡ്യൂൾ. അപ്പം ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ മോഡ്യൂളാണ് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് 6th മോഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയാവുന്ന കുറച്ച് സെറ്റ് ഓഫ് പോർഷൻസാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് പോർഷൻസാണ്. മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ അല്ലെങ്കിൽ സാധാ കമ്പോണൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ്, മെക്കാനിക്കലിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഹെവി ഡ്യൂട്ടി മെഷീൻസിനെ പറ്റിയാണ് ഈ രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത്. ആ സെക്ഷനെ നമുക്ക് മെഷീൻ ടൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് ഈ ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, CNC മെഷീൻ അങ്ങനത്തെ മെഷീൻസിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൈൻഡിങ്, മില്ലിങ് ഇങ്ങനത്തെ ഓപ്പറേഷൻസിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇതെല്ലാം മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഈ പോർഷൻസ് എല്ലാം വരുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നാണ് പൊതുവേ പറയുന്നത്. ഈ സെക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ സെക്ഷനെ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് തന്നെ വിളിക്കാം. അതിൻ്റെ അകത്താണ് ഈ സാൻഡ് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, എക്സ്ട്രൂഷൻ എന്നീ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ സെഷൻ, ഈ ആദ്യത്തെ സെഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ രണ്ടാമത്തെ സെഷനെ നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറയും. ആദ്യത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്നും രണ്ടാമത്തേന് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്നും പറയും. ഈ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ പീസസിനെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതാണ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടോ അതിലധികമോ പീസസിനെ, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പീസസിനെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ അതിലാണ് ഈ വെൽഡിങ്, സോൾഡറിങ്, ബ്രാസിങ് എന്നീ പ്രോസസ്സൊക്കെ വരുന്നത്. ഈ വെൽഡിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് വെൽഡിങ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ രണ്ടോ അതിലധികമോ മെറ്റൽ പീസസ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമുക്ക് ഈ സെക്ഷനിൽ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 6th മോഡ്യൂളിൻ്റെ ആദ്യത്തെ ഹാഫാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാനുഫാക്ചറിങ് പ്രോസസ്സും പിന്നെ മെറ്റൽ ജോയിനിങ് പ്രോസസ്സും. അതിൽ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് പഠിക്കാനുള്ള സാൻഡ് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, എക്സ്ട്രൂഷൻ ഈ 4 പ്രോസസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് സാൻഡ് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതും സാൻഡ് കാസ്റ്റിങ്ങിനെ പറ്റിയാണ്. ഫോർജിങ്ങും റോളിംഗ്, എക്സ്ട്രൂഷനൊക്കെ വളരെ കുറച്ചേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ സാൻഡ് കാസ്റ്റിംഗ് ഒരു 3-4 വീഡിയോസിൽ പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ സാൻഡ് കാസ്റ്റിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് എന്നാണ് എനിക്ക് ഉള്ള വിശ്വാസം. നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലൊക്കെ അവിടെ സാറന്മാർ പറഞ്ഞു തന്ന് കാണും. ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് അല്ലെങ്കിൽ വളരെ വലിയ സൈസുള്ള കമ്പോണൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ലെയ്ത്ത്, ഷേപ്പർ, മില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ അങ്ങനത്തെ കുറേ മെഷീൻസ് ഉണ്ട്. ആ മെഷീൻസൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഷേപ്പിലുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ലെയ്ത്തിലോ മില്ലിംഗ് മെഷീനോ ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കുറേ കമ്പോണൻസ് കാണും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ് കാണും. ആ കമ്പോണൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യും. ഫർണസ് ഉപയോഗിച്ച് റോ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കും. മോൾട്ടൺ മെറ്റലാക്കിയിട്ട് എന്ത് ഷേപ്പാണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, എന്ത് ഷേപ്പിലുള്ള കമ്പോണൻ്റാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആ ഷേപ്പിലുള്ള ക്യാവിറ്റിയിലോട്ട്, ആ ഷേപ്പിൽ എന്ത് കമ്പോണൻ്റാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ കമ്പോണൻ്റ് ഷേപ്പിലുള്ള ക്യാവിറ്റിയിലോട്ട് ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് സോൾഡിഫൈ ചെയ്യാനായിട്ട് വയ്ക്കും. സോൾഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തണുക്കാനായിട്ട്. കുറച്ച് നേരം അത് വെറുതെ വെച്ചിരുന്ന് അത് തണുക്കും. മോൾട്ടൺ മെറ്റൽ തണുത്ത് ഉറഞ്ഞ് സോൾഡിഫൈ ആവും. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ സോൾഡിഫൈ ചെയ്ത് ആ ക്യാവിറ്റി അതിനെ ഓപ്പൺ ചെയ്ത് ആ കമ്പോണൻറ്റിനെ പുറത്തെടുക്കാം. അപ്പോൾ ആ പുറത്തെടുക്കുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെയാണ് സത്യം പറഞ്ഞാൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കാം, ഇതിവിടെ മോൾട്ടൺ മെറ്റലാണ്, എനിക്ക് തോന്നുന്നു അലുമിനിയം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ മെൽറ്റ് ചെയ്ത് ഫർണസൊക്കെ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്തിട്ട്
അതിനെ ഈ ഹോളിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ അകത്തൊരു ക്യാവിറ്റി കാണും. എന്ത് ഷേപ്പിലാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റിയാണ്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ്, ഒരു ഏരിയ. അപ്പോൾ അതിലേക്കാണ് ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ എന്ത് ഷേപ്പിലാണോ പ്രോഡക്റ്റ് നമുക്ക് കിട്ടേണ്ട അതേ ഷേപ്പിൽ തന്നെയായിരിക്കും ക്യാവിറ്റി. ആ ക്യാവിറ്റിയിലോട്ട് ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഷേപ്പ്, ആ ക്യാവിറ്റിയുടെ ഷേപ്പായിരിക്കും ഈ മെറ്റലിനുള്ളത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ പൊളന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഔട്ട്പുട്ടിനെ, അതായത് ആ പ്രോഡക്റ്റിനെ, അതായത് ആ ക്യാവിറ്റിയിൽ ഉറഞ്ഞിരിക്കുന്ന സോൾഡിഫൈ ചെയ്തിരിക്കുന്ന ആ പ്രോഡക്റ്റിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അത് ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റാണ് നമുക്ക് എന്ത് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലായിരിക്കും ആ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റിനെയാണ് ആക്ച്വലി കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെ കാസ്റ്റിംഗ് പ്രോസസ്സ് എന്നും പറയും. നമ്മൾ കോമൺ ആയിട്ട് ജനറലായിട്ട് കാസ്റ്റിംഗ് എന്ന് പറയുമെങ്കിലും ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റ് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അത് സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞ് എടുക്കുന്ന ആ പ്രോഡക്റ്റ്, ആ ഫൈനൽ ഔട്ട്പുട്ട്, അതിനെയാണ് സത്യം പറഞ്ഞാൽ കാസ്റ്റിംഗ്, ആ പീസിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന മൊത്തത്തിലുള്ള പ്രോസസ്സിനെ കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ പഠിക്കാനുള്ള സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ഉണ്ട്. അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോസസ്സാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയാൻ കാര്യം നമ്മുടെ ഈ ക്യാവിറ്റിയിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന സാൻഡ് ഉപയോഗിച്ചായിരിക്കും, മണ്ണ് ഉപയോഗിച്ച് സാൻഡ് ഉപയോഗിച്ചായിരിക്കും ആ ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാവിറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി ക്യാവിറ്റി എന്ന വേർഡല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടത്. അതിന് പകരം മൗൾഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൗൾഡ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി, അത് തന്നെയാണ് മീനിങ്. അപ്പോൾ ആ മൗൾഡിലേക്കാണ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്, സോൾഡിഫൈ ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ഷേപ്പിലാണോ ഉണ്ടാക്കുന്നത്, ആ ക്യാവിറ്റിയുടെ ഷേപ്പ് എന്താണോ അതിലുള്ള ആ ഷേപ്പിലായിരിക്കും ആ മെറ്റൽ സോൾഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ്, സാധാരണ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ലെയ്ത്ത് ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യണം. നമ്മുടെ ലെയ്ത്തിലും മില്ലിംഗ് മെഷീനിലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന വർക്ക് പീസിൻ്റെ സൈസിന് ഒരു ലിമിറ്റേഷനുണ്ട്, സൈസിനും വെയ്റ്റിനും ഒക്കെ. ഇപ്പം വളരെ വലിയ കമ്പോണൻ്റാണ്. ഇപ്പോൾ ഷിപ്പിൻ്റെയൊക്കെ കമ്പോണൻസ്, കപ്പലിൻ്റെയൊക്കെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കമ്പോണൻസ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം മേ ബി അതിൽ പല കമ്പോണൻസിന് നമ്മുടെ മനുഷ്യനെക്കാളും വലിപ്പം കാണും. മേ ബി അതിൻ്റെ ഷിപ്പിൻ്റെ എൻജിൻ്റെ കേസിങ്, എൻജിൻ്റെ കവർ, അല്ലെങ്കിൽ അതിൻ്റെ ഫാൻ, ആ മോട്ടറിൻ്റെ ഫാൻ അതിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് മേ ബി ഒരു റൂമിൻ്റെ അത്ര വലിപ്പം കാണും. അത്രയും വലിയ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മെഷീനറി ഉപയോഗിച്ചൊന്നും അത്രയും വലിയ റൂമിൻ്റെ അത്രയും വലിപ്പമുള്ള കമ്പോണൻസ് ഒന്നും മെഷീനറി ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വളരെ വലിയ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. എന്ത് ഷേപ്പിലാണോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് മെറ്റലിനെ മെൽറ്റ് ചെയ്ത് ഫർണസ് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കിയിട്ട് ആ ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലായിരിക്കും അതിരിക്കുന്നത്. അപ്പോൾ അതാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് പ്രോഡക്ട്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ്. ഇതെന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ്. ഇങ്ങനത്തെ ഷേപ്പുകളൊന്നും നമ്മുടെ ലെയ്ത്തിലോ മില്ലിംഗ് മെഷീനിലോ ഡ്രില്ലിംഗ് മെഷീനിലോ ഷേപ്പറിലോ ഒന്നും നമുക്കുണ്ട്, സ്ലോട്ടറിലോ അങ്ങനത്തെ മെഷീൻസിലോ ഒന്നും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ പീസസും സിംഗിൾ പീസസുകളാണ്. ഇതൊന്നും പല 3-4 പീസസ് ജോയിൻ ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന പീസുകളല്ല. ഇതെല്ലാം സിംഗിൾ പീസാണ്. ഇത് സിംഗിൾ പീസാണ്, ഇത് സിംഗിൾ പീസാണ്, ഇത് സിംഗിൾ പീസാണ്, ഇത് സിംഗിൾ പീസാണ്, ഇത് സിംഗിൾ പീസാണ്. അങ്ങനെ ഇതെല്ലാം സിംഗിൾ പീസസാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ സിംഗിൾ പീസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോഡക്ട്സിനാണ് സത്യം പറഞ്ഞാൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ആ റൂമിനെ, അല്ലെങ്കിൽ ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന ആ ബിൽഡിങ്ങിനെ പറയുന്ന പേരാണ് ഫൗണ്ടറി എന്ന്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫൗണ്ടറി എന്നും കാസ്റ്റിംഗ് എന്നും മൗൾഡിങ് എന്നും വേർഡുകൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് കാണാം. ഇതിന് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ഒരേ കാര്യത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഫൗണ്ടറി എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ കാസ്റ്റിംഗ് എന്ന് കൊടുത്തിരിക്കും, വേറെ ചില ടെക്സ്റ്റ് ബുക്കിൽ മൗൾഡിംഗ് എന്ന് കൊടുത്തിരിക്കും. ഇതെല്ലാം സംഭവം ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതിന് ഓരോന്നിനും പ്രത്യേകം അർത്ഥമുണ്ട് എങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തന്നെയാണ്.
അപ്പോൾ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് തന്നെയാണ് സാധാരണ കാഷ്വലായിട്ട് കാസ്റ്റിംഗ് എന്ന് പറയും. ടെക്നിക്കലി അത് കാസ്റ്റിംഗ് പ്രോസസ്സാണ്. ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന ആ ബിൽഡിങ്ങിനെ അല്ലെങ്കിൽ ആ റൂമിനെയാണ് ഫൗണ്ടറി അല്ലെങ്കിൽ ഫൗണ്ടറി ഷോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പം ചിലപ്പം നിങ്ങൾ കാസ്റ്റിംഗ് എന്ന വേർഡിന് പകരം ഫൗണ്ടറി എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ മൗൾഡിംഗ് എന്ന് പറയും. കാസ്റ്റിംഗ് എന്ന വേർഡിന് പകരം മൗൾഡിംഗ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്, ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് അല്ല, അതായത് എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിൽ വരുന്ന ഒരു പോർഷനാണ് ഇതല്ല. ഇത് സിംഗിൾ പീസാണ്, ഈ കാണുന്നതെല്ലാം സിംഗിൾ പീസാണ്, ഒറ്റ പീസാണ്. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ലെയ്ത്തോ വലിയ മെഷീനോ ഉപയോഗിച്ചൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പീസല്ല. ഇതെല്ലാം കാസ്റ്റിംഗ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഈ പീസുകളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ വളരെ വലിയ കമ്പോണൻസ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ചിരുന്ന ഇതെന്ന് പറയുന്ന ഒരു 10 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, സാൻഡ് മോൾഡിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. കുറച്ച് കാസ്റ്റിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം, സാൻഡ് മോൾഡിംഗ് പ്രൊസീജിയറിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ കാണുക. ഇതെന്ന് പറയുന്നത് ഈ ഷേപ്പിലുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഷേപ്പാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെയ്ത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം, അത് വിടുക. ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സാമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലുള്ള ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, സിംഗിൾ പീസായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കാസ്റ്റിംഗ് പ്രോസസ്സ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ഈ ഷേപ്പിലും ഈ സൈസിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ ആ ഷേപ്പിലും സൈസിലുള്ള ഒരു ക്യാവിറ്റി നമുക്ക് ഉണ്ടാക്കണം. കാരണം ആ ക്യാവിറ്റിയിലോട്ടാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് സോൾഡിഫൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്യാവിറ്റി നമ്മളാണ് ഫോം ചെയ്യണം. ആ ക്യാവിറ്റിയാണ് മൗൾഡ് എന്ന് പറയുന്നത്. ഈ മൗൾഡ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി എന്ന് തന്നെയാണ് അർത്ഥം. ഈ ക്യാവിറ്റിയിലോട്ട് അല്ലെങ്കിൽ ആ മൗൾഡിലേക്കാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മൗൾഡ്, അതായത് ഈ ക്യാവിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ മൗൾഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേ ഷേപ്പിലുള്ള ഒരു സോളിഡ് പീസ് നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ അത് വച്ചിട്ട് ഈ മൗൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ, അതാണല്ലോ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റൽ തന്നെയാണ്. പക്ഷേ ഈ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ വുഡിലോ അല്ലെങ്കിൽ വാക്സിലോ മെഴുകിലോ ഒക്കെ എന്തെങ്കിലും ഒരു സോളിഡായിട്ടുള്ള പീസ് വച്ചിട്ടായിരിക്കും ഈ മൗൾഡ്, ഈ ക്യാവിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സോളിഡായിട്ടുള്ള പാർട്ടിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൻ്റെ സെയിം സൈസും ഷേപ്പും ആയിരിക്കും അതിൻ്റെ പാറ്റേണിന്. ഈ പാറ്റേൺ ഉപയോഗിച്ചാണ് നമ്മൾ മണ്ണിൽ സാൻഡിൽ നമ്മൾ ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോളിഡ് പീസിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ സെയിം സൈസും സെയിം ഷേപ്പും ഒക്കെ ആയിരിക്കും അതിൻ്റെ പാറ്റേൺ. ഈ പാറ്റേൺ മിക്കവാറും തടിയിലോ അല്ലെങ്കിൽ വാക്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, ഒക്കെ ആയിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മൗൾഡ് ക്യാവിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇവിടെ ഈ സ്പ്രൂ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നത് സ്പ്രൂ എന്ന പേരുള്ള ഒരു ഹോൾ ഇതിൽ കൊടുത്തിരിക്കും. ഇതെന്ന് പറയുന്നത് സാൻഡാണ്. സാൻഡിലാണ് ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സാൻഡിൽ ഈ സ്പ്രൂ എന്ന് പറയുന്ന ഒരു ഹോൾ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. അതൊരു പാസേജ് ആണെന്ന് പറയാം, ടേപ്പേഡ് ഹോളാണെന്ന് പറയാം. അതൊരു കറക്റ്റ് സിലിണ്ടറിക്കലായിട്ടുള്ള ഹോളല്ല, അതൊരു ടേപ്പേഡ് ഹോളാണ്. താഴോട്ട് വരുന്തോറും അത് കൺവേർട്ട് ചെയ്താണ് വരുന്നത്. അപ്പോൾ അതിനെ സ്പ്രൂ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ഹോളിൽ കൂടിയാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കാനുള്ള ആ പാസേജിനെയാണ് സ്പ്രൂ എന്ന് പറയുന്നത്. ആ വെർട്ടിക്കൽ പാസേജിനെയാണ് സ്പ്രൂ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളത് ഈ സ്പ്രൂ എന്ന് പറയുന്ന വെർട്ടിക്കൽ പാസേജ് കൊണ്ട് മൗൾഡിൻ്റെ നേരെ തൊട്ടടുത്ത് കൊണ്ട് വെച്ചു കൊടുക്കത്തില്ല. മൗൾഡിനെക്കാളും കുറച്ചും കൂടെ ദൂരോട്ട് മാറിയായിരിക്കും ഈ സ്പ്രൂ എന്ന് പറയുന്ന ആ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടിയാണ് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് അതിൻ്റെ വളരെ ഹൈ പ്രഷറിലും ഹൈ വെലോസിറ്റിയിലായിരിക്കും മോൾട്ടൺ മെറ്റൽ ഇതിൻ്റെ അകത്തോട്ട് വന്ന് വീഴുന്നത്. ഇവിടെ വന്നിട്ട് അതിൻ്റെ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയൊക്കെ കുറഞ്ഞിട്ട് വളരെ സ്മൂത്തായിട്ടായിരിക്കും മൗൾഡിലോട്ട് ചെന്ന് ഫ്ലോ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് വീണതിന് ശേഷം മൗൾഡിലോട്ട് പോകാനുള്ളൊരു പാസേജും കൂടെ ഇവിടെ കാണും. ആ പാസേജിനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രൂ എന്ന് പറഞ്ഞാൽ സ്പ്രൂ എന്ന ഹോൾ വഴിയാണ് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്.
ഒഴിച്ചു കൊടുത്താൽ അത് ഈ പോർഷനിൽ വന്ന് വീഴും. ഇവിടെ നിന്ന് പിന്നെ മൗൾഡ് വരെ എത്തണമല്ലോ, ഫ്ലോ ചെയ്ത് വളരെ സ്ലോയിൽ, വളരെ ലോ വെലോസിറ്റിയിൽ, വളരെ ലോ പ്രഷറിൽ, വളരെ സ്മൂത്തായിട്ട് മോൾട്ടൺ മെറ്റൽ ഫ്ലോ ചെയ്ത് ആ മൗൾഡ് ക്യാവിറ്റിയിലോട്ട് നിറയും. അപ്പോൾ ഇവിടെ നിന്ന് ഈ മൗൾഡ് വരെ എത്തുന്ന ആ ഒരു പാസേജിലാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗേറ്റ് എന്ന് പറയുന്ന പാസേജിലൂടെ ഈ മൗൾഡ് ക്യാവിറ്റിയിലോട്ട് മോൾട്ടൺ മെറ്റൽ എത്തുന്നു. അതിവിടെ വന്നിങ്ങനെ നിറഞ്ഞ് ഇവിടെ വരെ എത്തും. ഇവിടെ വരെ എത്തിയിട്ട്, അപ്പോൾ മൗൾഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരെയുള്ളൂ, ഇത്രയും പോർഷനാണ് മൗൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗൾഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ റൈസർ എന്ന് പറയുന്ന പാർട്ട് വഴി മുകളിലോട്ട് കയറും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഈ റൈസർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഹോൾ തന്നെയാണ്. ഇത് കോണിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു ഹോൾ തന്നെയാണ് റൈസർ എന്ന് പറയുന്നത്. ഈ റൈസർ എന്ന് പറഞ്ഞാൽ അതിന് 2 ഫംഗ്ഷനാണുള്ളത്. ഒരു ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് നിറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഹോളാണല്ലോ, നമുക്ക് ഇവിടെ നോക്കാനൊക്കെ. ഇതുവഴിയായിരിക്കും, ഈ സ്ക്രൂ ഹോൾ വഴിയായിരിക്കും ഈ മോൾട്ടൺ മെറ്റലിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് അതിവിടെ മൗൾഡ് ക്യാവിറ്റി ഫില്ലായി മുകളിലോട്ട് വന്ന് ഇത് മാക്സിമം നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മുകളിലോട്ട് കയറി വരും. ഈ റൈസർ വഴി മുകളിലോട്ട് കയറി വരും. അങ്ങനെ മുകളിലോട്ട് കയറി വരുന്ന സമയം നമുക്ക് കാണാനൊക്കെ ഈ മോൾട്ടൺ മെറ്റലിന് മുകളിലോട്ട് റൈസായി വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മൗൾഡ് നിറഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മൗൾഡ് നിറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റൈസർ എന്ന് പറയുന്ന ഈ ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈസർ എന്ന് പറഞ്ഞ ഹോൾ സത്യം പറഞ്ഞാൽ ഈ മൗൾഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അതായത് ഏറ്റവും അവസാനം ഫില്ല് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലായിരിക്കും ഈ റൈസർ എന്ന് പറയുന്ന ആ ഹോളുണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഈ മൗൾഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് റൈസർ വെച്ചിട്ടുള്ളത്. അപ്പം മൗൾഡ് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ റൈസർ എന്ന് പറയുന്ന ഹോൾ വഴി മോൾട്ടൺ മെറ്റൽ പുറത്തേക്ക് വരും. അതും പുറത്ത് ഇങ്ങനൊന്നും എത്തുന്നത്, ഏറ്റവും ടോപ്പിലൊന്നും എത്തത്തില്ല. അത് ഇവിടെയൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും മോൾട്ടൺ മെറ്റൽ വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കത്തില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾഡിഫൈ ചെയ്യാനായിട്ട് വയ്ക്കും. വേറെ ഒന്നും ചെയ്യത്തില്ല, അതിനെ വെറുതെ വെച്ചിരിക്കും. കുറച്ച് നേരം വെറുതെ വെച്ചിരിക്കുമ്പോഴേക്കും ഈ മോൾട്ടൺ മെറ്റൽ തണുത്ത് കഴിയും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൗൾഡിനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിറഞ്ഞ് സോൾഡിഫൈ ചെയ്തിരിക്കുകയാണല്ലോ, മെറ്റൽ സോൾഡിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്കിതിപ്പം ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ സാൻഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തല്ലി പൊട്ടിച്ച് കളഞ്ഞ് ഈ ഷേപ്പിലുള്ള പ്രോഡക്റ്റ് നമുക്ക് പുറത്തെടുക്കാം. ഈ ഷേപ്പും കൂടെ ആയിരിക്കത്തില്ല, അതിൻ്റെ കൂടെ തന്നെ റൈസറിലോട്ട് എന്തെങ്കിലും മോൾട്ടൺ മെറ്റൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് സോൾഡിഫൈ ചെയ്ത് അതും കൂടി ഇരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രൂ എന്ന് പറയുന്ന ആ പോർഷനിലും മോൾട്ടൺ മെറ്റൽ കാണും. അപ്പോൾ അതും കൂടെ സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ സാൻഡ് എന്ന് പറയുന്ന ആ പോർഷൻ തല്ലിപ്പൊടിച്ച് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിനെ പുറത്തെടുക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഈ പോർഷനിലും കൂടെ സോൾഡിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലും കൂടെ സോൾഡിഫൈ ചെയ്ത് ഇരിക്കും മെറ്റൽ. അപ്പോൾ അതിനെ ഈ പോർഷൻ വെച്ചൊക്കെ ചെത്തിക്കളഞ്ഞ് ബാക്കി നമുക്ക് വേണ്ട പോർഷൻ എന്താണോ അത് മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ബാക്കി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് സോൾഡിഫൈ ചെയ്തിരിക്കുന്ന, അതായത് റൈസറിലൊക്കെ സോൾഡിഫൈ ചെയ്തിരിക്കുന്ന ആ മെറ്റൽ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പാണ്. അതിനെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണോ അതിനെ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഈ കാസ്റ്റിംഗ് പ്രോസസ്സിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഇതാണ്. അപ്പോൾ ഇവിടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെയുള്ള പ്രോഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്ക് പീസിനെ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ മൗൾഡ് ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിനെ സോൾഡിഫൈ ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് അതിനെ പൊളന്ന് അല്ലെങ്കിൽ പൊട്ടിച്ച് സാൻഡ് ആകുമ്പോൾ നമുക്ക് പൊട്ടിച്ചൊക്കെ എടുക്കാം. പൊട്ടിച്ച് എടുക്കുമ്പോഴേക്കും ആ പീസ് നമുക്ക് കിട്ടും, ഔട്ട്പുട്ടായിട്ട് ആ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഈ ഡോട്ടഡ് ആയിട്ട് കൊടുത്തിരുന്നെല്ലാം സാൻഡാണെന്ന് പറഞ്ഞു. അതായത് സാൻഡ് ഉപയോഗിച്ചാണ് ഇതിൽ ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ സാൻഡ് ഉപയോഗിച്ച് മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയും. ഈ സാൻഡ് കാസ്റ്റിംഗ് ആണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. സാൻഡ് കാസ്റ്റിംഗ് മാത്രമല്ല, മെറ്റൽ കാസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ സാൻഡിന് വരെ മെറ്റലൊക്കെ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഉണ്ടാക്കാം. അതൊക്കെ വേറെ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്. ഇവിടെ നമ്മൾ സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാൻഡ് ഉപയോഗിച്ചാണ് മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ ആ കാസ്റ്റിംഗ് പ്രോസസ്സിനെ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയും. ഇവിടെ ഞാൻ ഒരു 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ എന്ന് പറയും. ഇത് ഒരു 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് ക്യാവിറ്റി, ആ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്ന ആ പ്രൊസീജിയർ, എങ്ങനെയാണ് ആ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന ആ പ്രൊസീജിയറിനെയാണ് സാൻഡ് മൗൾഡിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊരു 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 4 ഫിഗറും വരയ്ക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്. എന്നാലും ഈ ഒരു ഫൈനൽ
ഫിഗർ മാത്രം വരച്ചാലും മതി. എക്സാമിന് ഈ ഒരു ഫിഗർ മാത്രം വരച്ചാലും മതി. 4 ഫിഗർ വരയ്ക്കാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഫിഗർ മാത്രം വരച്ചാലും മതി. ഈ സാൻഡ് മൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 15-20ഓളം പോയിന്റ്സ് ഉണ്ട്, 15-20 സെൻറ്റൻസുകളുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ വർക്ക്ഷോപ്പ് ലാബ് റിക്കാർഡിലും ഈ സാൻഡ് മൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് എഴുതി കാണും. ഒരു 15-20 പോയിന്റ്സ് എഴുതി കാണും. ആ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ സാൻഡ് മൗണ്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ മൗൾഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഫർണസ് ഉപയോഗിച്ചാണ് റോ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യിക്കുന്നതും, എന്നിട്ട് അതിനെ മോൾട്ടൺ മെറ്റലിനെ ഇത് വഴി കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഈ മൗൾഡ് നിറഞ്ഞ് അതിനെ സോൾഡിഫൈ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഫർണസിൽ വെച്ച് അതിനെ മെൽറ്റ് ചെയ്യുന്നതും അതിന് ശേഷം ഇവിടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും എഴുതണ്ട. ഈ മൗൾഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഈ മൗൾഡ് ക്യാവിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ പ്രൊസീജിയർ മാത്രമാണ് നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. അതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് റിക്കാർഡിലൊക്കെ ഒരു 15 പോയിന്റ്സ് അല്ലെങ്കിൽ 20 പോയിന്റ്സ് ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കിലും ഇങ്ങനെ നമ്പർ ഇട്ടാണ് ആ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. അതെന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി 4 ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ മൗൾഡിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പലവ പോലത്തെ ഒരു സാധനമാണ് മൗൾഡിംഗ് ബോർഡ്. ആ മൗൾഡിംഗ് ബോർഡ് എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഈ ഫ്ലാസ്ക് എന്ന് പറയുന്നത്, അതായത് മൗൾഡിംഗ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് നിറയ്ക്കാനുള്ള ഒരു ബോക്സിനെയാണ് മൗൾഡിംഗ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അത് 2 പീസായിട്ടാണ് ഈ മൗൾഡിംഗ് ഫ്ലാസ്ക് ഇരിക്കുന്നത്. താഴത്തെ പീസും മുകളിലത്തെ പീസും. മുകളിലത്തെ പീസിനെ കോപ്പ് എന്നാണ് പറയുന്നത്, താഴത്തെ പീസിനെ ഡ്രാഗ് എന്നാണ് പറയുന്നത്. അപ്പം കോപ്പും ഡ്രാഗും. അപ്പോൾ മൗൾഡിംഗ് ബോക്സ് അല്ലെങ്കിൽ മൗൾഡിംഗ് ഫ്ലാസ്ക് എന്നൊക്കെ പറയും. ആ മൗൾഡിംഗ് ബോക്സ് അല്ലെങ്കിൽ മൗൾഡിംഗ് ഫ്ലാസ്ക് എന്ന് പറയുന്ന അതിന് 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. മുകളിലത്തെ പീസിനെ കോപ്പ് എന്ന് പറയും, താഴത്തെ പീസിനെ ഡ്രാഗ് എന്ന് പറയും. ആദ്യം ഈ ഡ്രാഗ് എന്ന് പറയുന്ന പീസിനെ ഇൻവേർട്ട് ചെയ്ത് ഈ മൗൾഡിംഗ് ബോർഡിൽ വയ്ക്കും. ശ്രദ്ധിക്കുക, ഈ ഡ്രാഗ് എന്ന് പറയുന്ന ആ പീസിനെ ഇൻവേർട്ട് ചെയ്താണ്, തലകുത്തനെ ഇൻവേർട്ട് ചെയ്താണ് ഈ മൗൾഡിംഗ് ബോർഡിൽ വയ്ക്കുന്നത്. എന്നിട്ട് പാറ്റേണിനെ, ഈ ഡ്രാഗ് എന്ന് പറയുന്ന ആ ഫ്ലാസ്കിൽ വരേണ്ട പാറ്റേണിനെ കമഴ്ത്തി അതിനെയും ഇൻവേർട്ട് ചെയ്ത് വയ്ക്കും. ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഷേപ്പിലും സൈസിലുള്ള പ്രോഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത് ആ സെയിം സൈസിലും ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ആ പാറ്റേൺ ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അത് നോക്കിയാൽ തടിയിലോ അല്ലെങ്കിൽ വാക്സിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഒക്കെ ആയിരിക്കും ഈ പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഈ പാറ്റേൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട പ്രോഡക്റ്റ് അതിൻ്റെ ഷേപ്പും സൈസ് എക്സാക്റ്റ് ഷേപ്പും എക്സാക്റ്റ് സൈസിലുള്ള ഒരു പാറ്റേൺ ഇവിടെ കാണും. ഈ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ പീസാണ്. ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചുള്ളൂ. ഇതെന്നൊക്കെ പറയുന്നത് സിംഗിൾ പീസാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസാണോ നിർബന്ധമില്ല, അത് മൾട്ടി പീസായിരിക്കും. മിക്കവാറും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പാണെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് മൾട്ടി പീസായിരിക്കും. 2-3 പീസൊക്കെ ആയിരിക്കും അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 2-3 പീസൊക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് ആയിരിക്കത്തില്ല. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ പീസാണെങ്കിൽ പാറ്റേൺ സിംഗിൾ പീസ് ആയിരിക്കത്തില്ല, മൾട്ടി പീസായിരിക്കും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ പീസിൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 പീസായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ സിമ്പിളായിട്ട് കാണാം, 2 പീസായിട്ടാണ് ഇവിടെ നടുക്ക് വരെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, 2 പീസായിട്ടാണ് പാറ്റേൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ പീസിനെ കോപ്പ് എന്ന് പറയുന്ന ഫ്ലാസ്കിലായിരിക്കും വയ്ക്കുന്നത്, താഴത്തെ പീസിനെ ഡ്രാഗ് എന്ന് പറയുന്ന ഫ്ലാസ്കിലായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബോർഡ് എടുത്ത് വെച്ചു, മൗൾഡിംഗ് ബോർഡ് എടുത്ത് വെച്ചു. എന്നിട്ട് ഫ്ലാസ്കിനെ മൗൾഡിംഗ് ബോക്സ് എന്ന് പറയുന്ന ആ കമ്പോണൻറ്റിനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ അതിൽ വയ്ക്കാനുള്ള പാറ്റേണിനെ ഇൻവേർട്ട് ചെയ്ത് വെച്ചു. ഇങ്ങനെ കമഴ്ത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം സാൻഡ് നിറയ്ക്കുക. ഇതിൻ്റെ അകത്ത് മൗൾഡിംഗ് സാൻഡ്, ഈ നിറയ്ക്കുന്ന സാൻഡിനെ മൗൾഡിംഗ് സാൻഡ് എന്നാണ് പറയുന്നത്. ഈ മൗൾഡിംഗ് സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള സാൻഡൊന്നും ഉപയോഗിച്ച് ഈ മൗൾഡൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ കടപ്പുറത്ത് പോയി അവിടുത്തെ മണൽ ഉപയോഗിച്ചും ഈ മൗൾഡൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഈ മൗൾഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, കുറച്ച് സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ള, മൗൾഡിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള സാൻഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പ്രോപ്പർട്ടീസ് ആ സാൻഡിന് ഇല്ല എങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അഡിറ്റീവ്സും കെമിക്കൽസും ഒക്കെ മിക്സ് ചെയ്യും സാൻഡുമായിട്ട്. അങ്ങനെ കെമിക്കൽസ് അഡിറ്റീവ്സും ഒക്കെ മിക്സ് ചെയ്താണ് ഈ മൗൾഡിങ്ങിന് വേണ്ടിയുള്ള സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ അഡിറ്റീവ്സും കെമിക്കൽസൊക്കെ മിക്സ് ചെയ്ത ആ സാൻഡാണ് ഇതിൻ്റെ അകത്തോട്ട് നിറയ്ക്കുന്നത്. ആ സാൻഡിനെ മൗൾഡിംഗ് സാൻഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ്, അല്ലാതെ നമ്മുടെ മുറ്റത്ത് ഇറക്കുന്ന മണ്ണ് ഉപയോഗിച്ച് ഈ മൗൾഡ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ മൗൾഡിംഗ് സാൻഡ് ഇങ്ങനെ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത അഡിറ്റീവ്സും കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്ത് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത മൗൾഡിംഗ് സാൻഡാണ് ഇതിൻ്റെ അകത്തോട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്യും. എല്ലാ ഏരിയയിലും ഇതിനെ ഫുൾ പാറ്റേൺ ഫുള്ളും കവർ ചെയ്ത് ഈ ലെവലിൽ ആ സാൻഡിനെ ഫില്ല് ചെയ്യും. ഈ ലെവലിൽ സാൻഡിനെ ഫില്ല് ചെയ്ത് നല്ലവണ്ണം ഈ യൂണിഫോം ഡെൻസിറ്റിയിൽ നല്ലവണ്ണം ടൈറ്റായിട്ട് പാക്ക് ചെയ്യും.
ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് എല്ലാം നിറച്ച് കറക്റ്റ് ലെവലാക്കിയതിന് ശേഷം നാളെ ഈ ലെവലിൽ തന്നെ സാൻഡ് ഫില്ല് ചെയ്യും. കറക്റ്റ് ലെവലിൽ സാൻഡ് ഫില്ല് ചെയ്ത് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ഹോൾസ് ചെറിയ തിക്നെസ്സിൽ അല്ലെങ്കിൽ ചെറിയ ഡയമീറ്ററിൽ കുറച്ച് ഹോൾസും കൂടെ ഇട്ട് കൊടുക്കും. അതിനെ വെൻറ്റ് ഹോൾസ് എന്നാണ് പറയുന്നത്. അത് മേ ബി ഒരു 4 mm അല്ലെങ്കിൽ 5 mm ഡയമീറ്ററുള്ള ചെറിയ റോഡ് വെച്ചിട്ടായിരിക്കും. അതായത് 4 5 mm അത്രയും ഡയമീറ്ററേ ഉള്ളൂ. അത്രയും ഡയമീറ്ററുള്ള എന്തെങ്കിലും ചെറിയൊരു റോഡ് വെച്ചിട്ടായിരിക്കും ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനെ വെൻറ്റ് ഹോൾസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ കുറച്ച് 5-6 വെൻറ്റ് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കും. മുകളിൽ നിന്ന് താഴെ വരെ എത്തുന്ന രീതിയിൽ, ഇവിടെ മുതൽ ഇതുവരെ എത്തണം ഹോൾസ്. അങ്ങനെ നീളത്തിലുള്ള ഹോൾസ് വളരെ ചെറിയ ഡയമീറ്റർ 4 mm അല്ലെങ്കിൽ 5 mm ഡയമീറ്ററുള്ള ചെറിയ ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലാസ്കിനെ തിരിച്ചു വയ്ക്കും. തലകുത്തി നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വയ്ക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഈ പാറ്റേൺ താഴെ വരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ മുകളിലായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മുടെ കോപ്പെന്ന് പറയുന്ന ഫ്ലാസ്ക് അതിനെ എടുത്ത് കറക്റ്റായിട്ട് വയ്ക്കും. അതിനെ ഇൻവേർട്ട് ചെയ്തൊന്നല്ല വയ്ക്കുന്നത്, അതിനെ കറക്റ്റായിട്ട് എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ വയ്ക്കും. എന്നിട്ട് അതിൽ വരുന്ന പാറ്റേൺ ഈ കോപ്പെന്ന് പറയുന്ന ആ ഫ്ലാസ്കിൽ ആ മൗൾഡിംഗ് ബോക്സിന് വരേണ്ട പാറ്റേണിനെയും കൂടെ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ആ മുകളിലത്തെ മൗൾഡിംഗ് ബോക്സ് വെച്ച് കഴിഞ്ഞു. ഈ താഴത്തെ ഡ്രാഗ് എന്ന് പറയുന്ന ഫ്ലാസ്കിൻ്റെ മുകളിലായിട്ട് എക്സാക്റ്റ് മുകളിലായിട്ട് ഈ ക്ലാമ്പൊക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരുന്ന രീതിയിൽ എക്സാക്റ്റ് മുകളിലായിട്ട് ഈ ഫ്ലാസ്ക് വെച്ചു. എന്നിട്ട് ഈ പാറ്റേൺ വെച്ചു. ഈ കോപ്പെന്ന് പറയുന്ന ഫ്ലാസ്ക് മുകളിലത്തെ ഫ്ലാസ്കിൽ വയ്ക്കേണ്ട ആ പാറ്റേൺ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചു. അതിന് ശേഷം ഈ സ്ക്രൂ പിന്നും റൈസർ പിന്നും കൂടെ വേറൊരാൾ, ഇപ്പോൾ 2 ആളുണ്ടെങ്കിൽ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ, വേറെ ഒരാൾ ഇതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പിടിച്ചിരിക്കും. ഇതിൻ്റെ ഈ സ്ക്രൂ പിന്നും റൈസർ പിന്നും കൂടെ. ഈ സ്ക്രൂ പിന്നും റൈസർ പിന്നും എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ അതിന് വേണ്ടി ഒരു ഹോളുണ്ട്, റൈസറിന് വേണ്ടി ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ 2 ഹോൾ ഫോം ചെയ്യാനായിട്ട് ഇതുപോലുള്ള 2 പീസ് ആ ടേപ്പേഡ് സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള 2 തടിയിലുള്ള 2 പീസ് കറക്റ്റായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് ഒരാൾ വന്ന് പിടിച്ചിരിക്കും. ആ പീസിനെയാണ് സ്ക്രൂ പിൻ അല്ലെങ്കിൽ റൈസർ പിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സ്ക്രൂ പിൻ എന്ന് പറഞ്ഞാൽ ഈ മൗൾഡ് വരേണ്ട അതിൽ നിന്ന് കുറച്ച് മാറിയായിരിക്കും ഈ സ്ക്രൂ പിൻ വരുന്നത്. ഒരിക്കലും ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടുവയ്ക്കത്തില്ല, കുറച്ചും കൊണ്ട് മാറിയായിരിക്കും ഈ സ്ക്രൂ പിൻ വരേണ്ടത്. പിന്നെ ഈ പാറ്റേൺ അല്ലെങ്കിൽ മൗൾഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലായിരിക്കും റൈസർ പിന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും വയ്ക്കുക. ഇത് രണ്ടും വെച്ചിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് ഇങ്ങനെ ഒരാൾ പിടിച്ചിരിക്കും. എന്നിട്ട് മറ്റേ ആൾ ഈ ഫ്ലാസ്കിൻ്റെ അകത്തും സാൻഡ് ഫില്ല് ചെയ്യും. ഈ ഫില്ല് ചെയ്ത് ഇവിടെ മൗൾഡിങ് സാൻഡ് ഫില്ല് ചെയ്ത പോലെ തന്നെ ഇവിടെയും മൗൾഡിങ് സാൻഡ് ഫില്ല് ചെയ്ത് കറക്റ്റ് ഈ ലെവലിൽ കറക്റ്റായിട്ട് വയ്ക്കും. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് യൂണിഫോം ഡെൻസിറ്റിയിൽ ഇതിൻ്റെ അകത്ത് മൗൾഡിങ് സാൻഡ് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യും. നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൻറ്റ് ഹോൾസ് ഇട്ട് കൊടുക്കും. വെൻറ്റ് ഹോൾസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ചെറിയ ഡയമീറ്ററുള്ള 4 mm അല്ലെങ്കിൽ 5 mm ഡയമീറ്ററുള്ള കുറച്ച് ചെറിയ തിന്നായിട്ടുള്ള ഹോൾസ് ഇട്ട് കൊടുക്കും. ആ ഹോൾസും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എത്തുന്ന രീതിയിലുള്ള ലെങ്തി ആയിട്ടുള്ള ഹോൾസാണ്. അങ്ങനത്തെ കുറച്ച് ഹോൾസ് ചെറിയ ഹോൾസും കൂടെ ഇട്ട് കൊടുക്കും. അതിനെ വെൻറ്റ് ഹോൾസ് എന്ന് പറയും. അങ്ങനെ വെൻറ്റ് ഹോൾസും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഫ്ലാസ്കിനെ റിമൂവ് ചെയ്യും. ഈ ഫ്ലാസ്കിനെ പൊക്കി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ പാറ്റേൺ ഇരിക്കുകയാണ്. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാറ്റേൺ ആദ്യം തിരിച്ചു വെച്ച് ഈ പാറ്റേൺ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനെ നമ്മൾ പതുക്കെ റിമൂവ് ചെയ്യും. എന്തെങ്കിലും ആണി വല്ലതും ഇട്ട് അടിച്ചിട്ട് അതിനെ ഇങ്ങനെ പൊക്കിയെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഈ പാറ്റേണിനെ ഈ മൗൾഡിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോഴേക്കും ഈ ഒരു ഷേപ്പ് ആ സാൻഡിൽ അങ്ങനെ തന്നെ കാണും. അല്ലാതെ ഈ പാറ്റേൺ പൊക്കിയെടുക്കുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞൊന്നും പോകത്തില്ല. ഈ സെയിം ക്യാവിറ്റി മൗൾഡ് ക്യാവിറ്റി അതിൽ തന്നെ കാണും. അപ്പോൾ പാറ്റേൺ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫ്ലാസ്കിൽ നിന്ന് മുകളിൽ വെച്ചിരുന്ന ആ കോപ്പ് എന്ന് പറയുന്ന ആ ഫ്ലാസ്കിൽ നിന്നും അതിൻ്റെ അവിടെയുള്ള പാറ്റേൺ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പാറ്റേൺ റിമൂവ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രൂ പിന്നും റൈസർ പിന്നും അതും കൂടെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ സ്ക്രൂ പിന്നും റൈസർ പിന്നും കൂടെ ഈ മുകളിലത്തെ ഫ്ലാസ്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ പാറ്റേൺ റിമൂവ് ചെയ്യുന്നു. ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇത് രണ്ടായിട്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ കുറച്ച് പാർട്ടിങ് സാൻഡ് ഈ പോർഷനിൽ ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ അത് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പാർട്ടിങ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാസ്കിൻ്റെ ഈ മണ്ണും ഈ ഫ്ലാസ്കിൽ വരുന്ന ഈ മണ്ണും കൂടെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല, രണ്ടും കൂടെ ചേർന്ന് പോകാൻ പാടില്ല. അപ്പോൾ അതിന് ചെറിയൊരു പാർട്ടീഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടി പാർട്ടിങ് സാൻഡ് എന്ന് പറയുന്ന കുറച്ച് സാൻഡ്, അതായത് ഒന്നും അത് അഡ്ഹസീവ്നെസ് ഒട്ടുമില്ല, കോസീവ്നെസ് ഒട്ടുമില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള സാൻഡിനെയാണ് ഈ പാർട്ടിങ് സാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടിങ് സാൻഡ് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഈ മൗൾഡിംഗ് ഫ്ലാസ്ക് വെച്ചിട്ട് ഇതിൻ്റെ മണ്ണ് നിറയ്ക്കത്തുള്ളൂ. അല്ലാതെ പാർട്ടിങ് സാൻഡ് ഇടാതെ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ ഈ ഫില്ലിയുടെ മണ്ണും കൂടി രണ്ടും കൂടെ മിക്സ് ആയിപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പാർട്ടിങ് സാൻഡ് വെച്ചിരിക്കും. അപ്പോൾ പാർട്ടിങ് സാൻഡ് കൂടെ നമ്മൾ നേരത്തെ ഇടണമായിരുന്നു.
ആ പാർട്ടി സാൻഡ് ഇട്ടില്ല എങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് പാർട്ടി സാൻഡ് ഇടാം. എങ്ങനെയാണ് നല്ലത്? എന്താണെന്നല്ല ആദ്യമേ തന്നെ പാർട്ടി സാൻഡ് ഇടുന്നതാണ് നല്ലത്. ഈ ഫ്ലാസ്ക് എടുത്ത് തിരിച്ച് ഇൻവേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പാർട്ടി സാൻഡ് ഇവിടെ വെച്ചിട്ടേ ഈ ഫ്ലാസ്ക് എടുത്ത് വയ്ക്കുകയുള്ളൂ. അപ്പോൾ പാർട്ടി സാൻഡ് വെച്ചു, അതിനുശേഷം ഈ റൈസർ റണ്ണറെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ഇതിനെ തിരിച്ച് അതേപോലെ തന്നെ അലൈൻ ചെയ്തതിലോട്ട് വയ്ക്കുന്നു. കോപ്പെന്ന് പറഞ്ഞ ഫ്ലാസ്ക് നേരത്തെ മാറ്റി വെച്ചായിരുന്നു, അതിനെ തിരിച്ച് വീണ്ടും അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുന്നു. കറക്റ്റായിട്ട് വയ്ക്കപ്പോഴേക്കാണ് നമ്മൾ ഈ ഒരു രൂപത്തിലോട്ട് കിട്ടുന്നത്. അങ്ങനെ ഈ ഫ്ലാസ്ക് എടുത്ത് വയ്ക്കുന്നതിന് മുന്നേ ഈ ഗേറ്റ് എന്ന് പറയുന്ന ഒരു പാസേജും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഇവിടെ ഒരു ഹോൾ, ഈ ഫ്ലാസ്കിൻ്റെ ആ ഒരു പോർഷനിൽ ഈ ഒരു ഹോൾ ഇവിടെ ഫോം ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാസേജും കൂടെ വേണമല്ലോ, അതിനെ ഗേറ്റ് എന്ന് പറയും. ആ പാസേജും കൂടെ നമ്മൾ മാനുവലായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ചെറിയൊരു പാസേജ് പോലെ ഇവിടെ ഒരു വഴി പോലെ അവിടെ കൊടുത്തിരിക്കും. അങ്ങനെ പാസേജും കൂടെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ ഈ ഫ്ലാസ്കിനെ എടുത്ത് മുകളിലോട്ട് വെച്ച് ഈ ക്ലാമ്പ് ചെയ്ത് അങ്ങ് വെക്കുന്നത്. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്, ഈ ഒരു മൗൾഡ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സാണ് നിങ്ങൾ സിമ്പിളായിട്ടൊരു 15-20 പോയിൻറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതേണ്ടത്. ഇതാണ് ആ സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. ഈ മൗൾഡ് ഉണ്ടാക്കേണ്ട, ഈ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാനുള്ള പ്രൊസീജിയറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ പ്രൊസീജിയറാണ് നിങ്ങളൊരു 10-20 പോയിൻ്റായിട്ട് സിമ്പിളായിട്ട് എഴുതേണ്ടത്. ഒരു 15 സെൻറ്റൻസ് എങ്കിലും കാണും, ഓരോ സെൻറ്റൻസ് ഓരോ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതുക. അത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഈ സാൻഡ് മൗൾഡിങ്ങിൽ ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് പീസസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം പാറ്റേൺ ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ സാധനം. അതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതേ ഷേപ്പിലും സൈസിലുമുള്ള തടി വെച്ചുണ്ടാക്കിയ സംഭവത്തിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചാണ് നമ്മൾ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. ഇത് തടി വെച്ച് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാം. ഇതിലൊക്കെ ഹോളാണ്, ഇതൊരു പൈപ്പാണ്, പൈപ്പ് ജോയിൻ്റാണ്. അപ്പോൾ ഇതൊക്കെ ഹോളാണ്. പക്ഷേ അതിൻ്റെ പാറ്റേണിന് ആ ഹോളിൻ്റെ ആവശ്യമില്ല, ഇതെല്ലാം സോൾഡ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തടി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് മിക്കവാറും ഒറ്റ പീസ് ആയിരിക്കത്തില്ല, മൾട്ടിപ്പിൾ പീസസ് ആയിരിക്കും. ഒരു പീസ് കോപ്പിലും മറ്റേ പീസ് ഡ്രാഗ് എന്ന ഫ്ലാസ്കിലും ഒക്കെ വരുന്ന രീതിയിൽ ഈ പാറ്റേണും ഈ പാറ്റേണും സിംഗിൾ പീസ് അല്ല, മൾട്ടി പീസാണ്. ഇത് നടുക്ക് വെച്ചുള്ള രണ്ടാമത്തെ പീസാണ്. ഇവിടെ ഡിഫറൻസ് ഒക്കെ കാണാം, കളർ ഡിഫറൻസ് ഒക്കെ കാണാം. രണ്ട് പീസാണ്. അതുപോലെ തന്നെ എങ്ങനെ തടിയിലുണ്ടാക്കുന്ന എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൻ്റെ സെയിം ഷേപ്പിലും സൈസിലും ഉപയോഗിക്കുന്ന സെയിം സൈസിലും ഷേപ്പിലുള്ള ഒരു ഇതിനെയാണ് വുഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന അതിനെയാണ് സോളിഡ് പീസിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മൗൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പാറ്റേൺ, ഇതാണ് മൗൾഡിങ് ബോക്സ് അല്ലെങ്കിൽ മൗൾഡിങ് ഫ്ലാസ്ക് എന്നൊക്കെ പറയും. മുകളിലത്തേനെ കോപ്പെന്നും താഴത്തേനെ ഡ്രാഗ് എന്ന് പറയും. എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൻ്റെ ഷേപ്പും സൈസും അനുസരിച്ച് മൗൾഡിങ് ബോക്സിൻ്റെ വലിപ്പം കൂടും. ഇത് മൗൾഡിങ് ബോക്സ് തന്നെ, ഇത് വളരെ വലിയ പ്രോഡക്റ്റ് ഉണ്ടാക്കും, വളരെ വലിയ കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹൈറ്റുള്ള മൗൾഡിങ് ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം കാസ്റ്റിങ്ങിൻ്റെ സൈസ് കൂടുന്നതോറും മൗൾഡിങ് ബോക്സിൻ്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് മൗൾഡിങ് ബോക്സ് എന്ന് പറയുന്നത്. ഇതാണ് റൈസർ അല്ലെങ്കിൽ സ്ക്രൂ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൗൾഡിങ് ബോക്സ്, നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന മൗൾഡിങ് ബോക്സ്. അതിങ്ങനെ സിമ്പിളായിട്ടുള്ള മൗൾഡിങ് ബോക്സാണ്. അതിൽ ഒരാൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് പിടിച്ചിരിക്കും. എന്നിട്ടാണ് ഈ മൗൾഡിങ് സാൻഡ് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. ഈ ഡാർക്ക് കളറിൽ കാണുന്നതാണ് മൗൾഡിങ് സാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടായിരിക്കും മൗൾഡിങ് സാൻഡ് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ടേപ്പേഡ് ആയിട്ടുള്ള ഒരു സെൻട്രിക് കോണിക്കൽ ഇതുള്ള ഷേപ്പിലുള്ള രണ്ട് കമ്പാണ് റൈസറും സ്ക്രൂ പിന്നും എന്ന് പറയും. റൈസർ പിന്നും സ്ക്രൂ പിന്നും എന്നൊക്കെ പറയും. അപ്പോൾ ഈ സ്ക്രൂ പിന്നിലൂടെയാണ് മോട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മൗൾഡ് നിറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള മോട്ടർ മെറ്റൽ പുറത്തോട്ട് വരുന്ന റൈസർ എന്ന് പറയുന്ന ഹോൾ വഴിയായിരിക്കും. അപ്പോൾ ആ രണ്ട് ഹോൾസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് പീസസ് ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റൈസർ ആൻഡ് സ്ക്രൂ പിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ സാൻഡ് മൗൾഡിങ് എന്ന് പറയാൻ കാര്യം സാൻഡ് ഉപയോഗിച്ചാണ് ഈ മൗൾഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ. നമ്മുടെ ഈ ടോപ്പിക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് സാൻഡ് മൗൾഡിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാര്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സാൻഡ് മൗൾഡിങ് പ്രോസസ്സിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.